പാഠം 333 3 പേരുടെ കഥ. ഹലോ, അതെ, വിദ്യലക്ഷ്മി. എനിക്ക് ഓർമ്മയുണ്ട്. ഞായറാഴ്ച ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും. അയ്യോ, മോഹനേട്ടന്റെ കാര്യം അതെനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. നിനക്കറിയാലോ വിദ്യലക്ഷ്മി, മോഹനേട്ടൻ ഈ കല്യാണം, പിറന്നാള്, വിവാഹ വാർഷികം എന്നൊക്കെ കേൾക്കുന്നതേ ഇഷ്ടമല്ല. പറ്റുന്നിടത്തോളം ഒരു പരിപാടിക്കും പോകാതിരിക്കുക എന്നുള്ളതാണ് സാറിന്റെ രീതി. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ശരിയപ്പോ എങ്ങനെ കടുവയുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കും? മോഹനേട്ടാ, ഇതെന്താ അതിരാവിലെ തുടങ്ങിയ എഴുത്താണല്ലോ? എന്താണ് ഇത്ര അത്യാവശ്യം? കളക്ടർ ചോദിച്ച റിപ്പോർട്ടാണ് ഭാമേ. നാളെ ഉച്ചയ്ക്ക് മുമ്പ് കളക്ടറേറ്റ് എത്തിക്കണമെന്നാ പറഞ്ഞത്. ആഫീസിലെ തിരക്കാരണം അവിടെ ഇരുന്ന് എഴുതാൻ പറ്റില്ല. രാവിലെയും രാത്രിയായിട്ട് എഴുതിയാലേ തീരൂ. സത്യം പറഞ്ഞ മോഹനേട്ടനെ സമ്മതിക്കണം. ജോലിയോട് ഇത്രയും ആത്മാർത്ഥതയുള്ള വേറെ ഏതേലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവുമോ നമ്മുടെ കേരളത്തില്? ഇപ്പൊ തന്നെ മോഹനേട്ടന്റെ സ്ഥാനത്ത് വേറെ ആളായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യുക? ആഫീസിൽ ചെന്ന് സ്വയംപ്രഭയെയും കാഞ്ചനെയും കൊണ്ട് എഴുതിക്കാൻ നോക്കും. തീർന്നില്ലെങ്കിൽ തഹസിൽദാരോട് പറയും, റിപ്പോർട്ട് തീർന്നില്ല സാറേ, 2 ദിവസം കൂടെ പിടിക്കും. സർക്കാർ കാര്യമല്ലേ, തഹസിൽദാർക്ക് എന്തായാലും പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഭാമേ. ഞാനും തഹസിൽദാരും കളക്ടറും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾക്ക് മാസാമാസം ശമ്പളം തരുന്നത് പൊതുജനത്തിന്റെ നികുതിപ്പണം എടുത്തിട്ടാണ്. അപ്പോ നികുതി കൊടുക്കുന്ന പൊതുജനമാണ് ശരിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ യജമാനൻ. യജമാനന് ദോഷം വരുന്ന ഒന്നും ഉദ്യോഗസ്ഥർ ചെയ്യാൻ പാടില്ല. ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മോഹനേട്ടനെ പോലെ ആയിരുന്നെങ്കിൽ നാട് എന്നേ നന്നായേനെ. മറ്റുള്ളവർ എങ്ങനെയാണ് എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. ഞാൻ എന്നെ കൊണ്ടാകുന്നത് ചെയ്യും, അത്രേ ഉള്ളൂ. സത്യത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സമ്മതിക്കണം മോഹനേട്ട. ആഴ്ചയിൽ 6 ദിവസവും ജോലി, അതും രാവിലെ മുതൽ വൈകുന്നേരം വരെ. ആകെ ഒരു ഒഴിവുള്ളത് ഞായറാഴ്ച മാത്രമാണ്. ആ ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കാര്യങ്ങളും നോക്കാൻ. ഈ ജോലി ആഴ്ചയിൽ 5 ദിവസം ആക്കേണ്ടാണ് മോഹനേട്ട. അപ്പോ ശനി ഞായറും കിട്ടുമല്ലോ സ്വന്തം കാര്യത്തിന് വേണ്ടി. അതിന്റെ ആവശ്യം എന്താ ഭാമേ? ആഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസം കൊണ്ട് ഞാൻ എന്റെ ആവശ്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത് ആസൂത്രണമാണ്. ആ ഒരു ഞായറാഴ്ച എന്തൊക്കെ ചെയ്യണം, അതെങ്ങനെ ചെയ്തെടുക്കണമെന്നൊക്കെ നേരത്തെ നമ്മൾ തീരുമാനിച്ചു വെക്കണം. ഇപ്പൊ എന്റെ കാര്യം തന്നെ ഓർത്തു. അടുത്ത ഞായറാഴ്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ അങ്ങ് നടപ്പാക്കണം. അതാണ് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ സാമർഥ്യം. അപ്പൊ വെറുതെ രാവിലെ സോപ്പിട്ടു. ഞായറാഴ്ചത്തെ കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ തീരുമാനിച്ചു കഴിഞ്ഞു. വിദ്യാലക്ഷ്മിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും. സാറേ, സാറേ, നമസ്കാരം. സാറില്ലേ? സാറുണ്ട്, എന്തോ തിരക്ക് പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുക. കളക്ടർ കൊടുക്കാനുള്ള കടലാസെന്നോ മറ്റോ ആണ് പറഞ്ഞത്. വക്കീലെ കുന്നുംപുറത്ത് അരവിന്ദൻ അറിയാലോ? വക്കീലിനെ അറിയാം. അയാള് ഗൾഫിലെങ്ങാണ്ട് വരുന്നില്ലേ? അയാള് കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി അരവിന്ദനെ കുറച്ച് കാശുണ്ടാക്കി. കാശുണ്ടാക്കി കഴിഞ്ഞപ്പോ ആർക്കും തോന്നുന്ന ഒരു മോഹം ഈ അരവിന്ദനും തോന്നി, നാട്ടിൽ കുറച്ച് ഭൂമി വാങ്ങണമെന്ന്. അങ്ങനെ അരവിന്ദൻ നാട്ടിൽ വന്ന് ഒരു 15 സെന്റ് ഭൂമി വാങ്ങി. അതിലൊരു വീട് വയ്ക്കുക എന്നുള്ളതാണ് അരവിന്ദന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷെ ആ സ്വപ്നത്തിന് നമ്മുടെ മോഹനേഷ് സാർ ഓടെ കിട്ടും. വീട് വെക്കാൻ വില്ലേജ് ഓഫീസർ അനുവാദം എന്തിനാണ് ഉത്തമ? ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്ന പഞ്ചായത്തല്ലേ? പഞ്ചായത്ത് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കരമടയ്ക്കണം. കരമടയ്ക്കണമെങ്കിൽ വസ്തു പോക്ക് വരവ് ചെയ്യണം. മോഹനേഷ് സാർ ഇതുവരെ ആ വസ്തു പോക്ക് വരവ് ചെയ്ത് കൊടുത്തിട്ടില്ല. വക്കീല് സാറിനോടൊന്ന് ശുപാർശ ചെയ്യണം. വേറെ ആര് പറഞ്ഞാ കേട്ടില്ലെങ്കിലും സ്വന്തം ഭാര്യ പറഞ്ഞാ കേൾക്കാതിരിക്കോ? 1 മാസത്തെ കരവും അടച്ച് ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങിച്ചിട്ട് വേണം ഈ അരവിന്ദന് തിരിച്ച് ദുബായിലോട്ട് പോവാൻ. അല്ല, അത് ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷേ
ഉത്തമ, ഞാൻ വേറൊരു പ്രശ്നത്തിലിരിക്കുക. നമസ്കാരമുണ്ട് സാർ. സാറേ, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് സാർ ഒന്ന് സമാധാനമായിട്ട് കേൾക്കണം. നമ്മുടെ കുന്നുംപുറത്തെ അത് തന്നെ അവിടത്തെ കുന്നുംപുറത്തെ അരവിന്ദന്റെ കാര്യം. മറുനാട്ടിൽ പോയി മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് സാറേ. പക്ഷേ മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുമ്പോ അത് പോക്കുവരവ് ചെയ്യില്ല. കേട്ടോ ഭാമേ, അരവിന്ദൻ വാങ്ങിയത് 15 സെന്റ് ഭൂമി. ആ ഭാഗത്തെ മതിപ്പ് കമ്പോള വില സെന്റിന് 1.5 ലക്ഷം. അതായത് 15 സെന്റിന് 22.5 ലക്ഷം രൂപ. 22 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി കൊടുക്കേണ്ടത് 2,25,000 രൂപ. അരവിന്ദൻ ചെയ്തതോ ഭൂമി വാങ്ങിയത് സെന്റിന് 20,000 രൂപ പ്രകാരം 3 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് കാണിച്ച് 30,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ആധാരം രജിസ്റ്റർ ചെയ്തു. ഈ ഒരൊറ്റ രജിസ്റ്ററിൽ സർക്കാരിന് നഷ്ടം 1,95,000 രൂപ. ഞാൻ ആ വസ്തു പോക്കുവരവ് ചെയ്യണോ? ഒരു കാരണവശാലും ചെയ്യരുത് മോഹൻ. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ സർക്കാരാണ്. സർക്കാരിലേക്ക് കൊടുക്കേണ്ട പണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്. അങ്ങനെ നാട്ടിലെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ട എത്ര രൂപയാന്ന് പറഞ്ഞ 1,95,000 രൂപ. 1,95,000 രൂപ സർക്കാരിനെ വെട്ടിച്ച അരവിന്ദന് യാതൊരു കാരണവശാലും ഭൂമി പോക്കുവരവ് ചെയ്ത് കൊടുക്കരുത് മോഹനേട്ടാ. സർക്കാർ ശമ്പളം വാങ്ങുന്ന ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസർക്ക് ഇമാതിരി ഒരു കള്ളത്തരം കണ്ടിട്ട് എങ്ങനെ നോക്കിക്കാൻ പറ്റും? വക്കീലേ, എന്തു വക്കീലെന്ന്? അരവിന്ദനെ പോലുള്ളവർ ഗൾഫിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കി കാണുമായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ മോഹനേട്ടനെ പോലൊരാളെ സ്വാധീനിച്ച് അഴിമതി നടത്തുന്ന കരുതരുത്. അത് മാത്രമല്ല ഭാമേ, അരവിന്ദൻ പോക്കുവരവിലുള്ള അപേക്ഷയും കൊണ്ടുവന്നപ്പോ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അവൻ എന്നോട് പറയുക, സാറിന്റെ വീതം എത്രയാണെന്ന് വെച്ചാ പറഞ്ഞാ മതി എന്ന്. എനിക്ക് കൈക്കൂലി നോക്കാൻ വന്നവനെ ഞാൻ വെറുതെ വിടണോ? വിടരുത് മോഹനേട്ടാ. സത്യത്തിൽ അരവിന്ദനെ അപ്പൊ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കായിരുന്നു വേണ്ടത്. മോഹനേട്ടൻ അങ്ങനെ ചെയ്തിരുന്നു തെറ്റായി പോയി മോഹനേട്ടാ. വക്കീലേ, ഉത്തമ, ഭാമ പറഞ്ഞ പോലെ അരവിന്ദനെ പോലീസ് സ്റ്റേഷനിൽ അയക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി അരവിന്ദനെ ഇമാതിരി വേഷം കെട്ടുമായി വില്ലേജ് ഓഫീസിന്റെ പരിസരത്തെങ്ങാനും കണ്ടാൽ അരവിന്ദന് വിവരം പറയും. അതെ. ആഹാ, വക്കീലേ, അരവിന്ദന്റെ പോക്കുവരവിന്റെ കാര്യത്തിൽ അരവിന്ദന് വേണ്ടി ശുപാർശ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. വക്കീൽ നിന്ന നിപ്പില് ഗ്രൂപ്പ് മാറിക്കളഞ്ഞല്ലേ? ഉത്തമ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് നമ്മളെ കൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നത്. ഞാൻ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കരകയറാനുള്ള വഴിയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി? എന്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മിയുടെ അനിയത്തിയുടെ കല്യാണമാണ് ഈ ഞായറാഴ്ച. മോഹനേട്ടനെയും കൂട്ടി ചെല്ലണമെന്ന് വിദ്യക്ക് ഒരേ വാശി. പക്ഷേ മോഹനേട്ടന്റെ സ്വഭാവം ഉത്തമൻ അറിയാലോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരികയേയില്ല. സകല സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് പോണം. എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കും, മോഹനകൃഷ്ണ സാർ എവിടെ, മോഹനകൃഷ്ണ സാർ എവിടെയെന്ന്. തിരക്കാണ്, ലീവില്ല, അതാണ് ഇതാണ് എന്നിങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ മടുത്തു. ഇത്തവണ എങ്ങനെ മോഹനേട്ടനെ കൊണ്ട് കല്യാണത്തിന് പോയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ വില്ലേജ് ഓഫീസറെ സോപ്പിട്ട് കൊണ്ടുവരുന്നതാണ് ഉത്തമൻ ഇത്തിരി മുന്നേ കണ്ടത്. കൊള്ളാം. വക്കീലിന് കല്യാണത്തിന് പോവാൻ ഈ അരവിന്ദന്റെ നെഞ്ചത്തോട്ട് കയറി. ഇനിയിപ്പോ അരവിന്ദനോട് ഞാൻ എന്തോന്ന് പറയും? അരവിന്ദന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മോഹനകൃഷ്ണ സാറിനെ കൊണ്ട് കല്യാണത്തിന് വരാൻ സമ്മതിപ്പിക്കാൻ ഒരു വഴി ഉത്തമൻ പറഞ്ഞതാ. വക്കീല് കാര്യം പറഞ്ഞു നോക്ക്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഉത്തമ. പറഞ്ഞാൽ ഒറ്റയടിക്ക് നടക്കില്ല എന്ന് സാറ് പറയും. നടക്കില്ല എന്ന് പറഞ്ഞത് പിന്നെ റവന്യൂ മന്ത്രി വന്ന് പറഞ്ഞാൽ മോഹനേട്ടൻ അത് മാറ്റി പറയില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, പരമാവധി സോപ്പിടുക. മോഹനേട്ടൻ സാർ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുക. എതിർത്തൊന്നും പറയാൻ പോണ്ട. പിന്നെ പറ്റുന്നിടത്തോളം സാറിനെ അങ്ങ് പുകഴ്ത്തുക. അങ്ങനെ സാർ അലിഞ്ഞ് ഇല്ലാതാവുമ്പോ പതുക്കെ ഈ കാര്യം അങ്ങ് അവതരിപ്പിക്കുക. അതിനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് ഞാൻ. പിന്നെ സാറിന് ഉച്ചയ്ക്ക് ഊണിന് എന്താണ് കറി? സാധാരണ കറിയൊക്കെ. അത് പോരാ, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണം. ഉദാഹരണത്തിന് കോഴിക്കറി.
മോഹനയുടെ സാർ ആഫീസിൽ പോകാൻ ഇറങ്ങുമ്പോ ചോറ്റുപാത്രം കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തിട്ട് പറയണം, മോഹനേട്ടാ ഇന്ന് ഉച്ചയൂണിന് നല്ല ബെസ്റ്റ് കോഴിക്കറിയാണ് കേട്ടോ എന്ന്. സാർ അങ്ങനെ എന്ന് അമ്പരന്ന് നിൽക്കുമ്പോ കല്യാണത്തിന് പോകുന്ന കാര്യം എടുത്തങ്ങിടണം. കോഴിക്കറിയുടെ രുചിയെ പറ്റി ഓർത്തിരിക്കുന്ന സാറ് അറിയാതെ നമുക്ക് പോകാൻ പാമേ എന്നങ്ങ് പറയും. ആള് മോഹനയുടെ സാറായതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞ വാക്കങ്ങനെ മാറ്റി പറയില്ല. അത് കൊള്ളാലോ ഉത്തമ. എങ്കിൽ ഉത്തമ എനിക്ക് പെട്ടെന്ന് ഒരു കോഴി വാങ്ങിട്ടോ. 15 മിനിറ്റ് തിരിച്ചു വന്നാലേ മോഹനേട്ടൻ ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് കറി വെച്ച് കൊടുക്കാൻ പറ്റൂ. കോഴിയൊക്കെ വാങ്ങാം, പക്ഷെ അരവിന്ദന്റെ കാര്യം, എന്റെ കാര്യം നടന്നാൽ അടുത്ത നിമിഷം ഞാൻ അരവിന്ദന്റെ കാര്യം നടത്തിയിരിക്കും. പോരെ? മതി അത് മതി. അപ്പൊ കോഴിയുമായി 15 മിനിറ്റിനകം ഈ ഉത്തമൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കും. ഓക്കെ, അരവിന്ദന്റെ കാര്യം മറക്കല്ലേ? ഒക്കെ ഇല്ലേ? എനിക്ക് മോഹനേട്ടനെ പറ്റി ഓർക്കുമ്പോ എന്ത് അഭിമാനം തോന്നുന്നറിയോ? യാതൊരു സ്വാധീനത്തിനും വഴങ്ങാതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യണമെങ്കിലേ അപാരമായൊരു ചങ്കൂറ്റം തന്നെ വേണം. ഇപ്പൊ മോഹനേട്ടന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ ഉറപ്പായിട്ടും അരവിന്ദന്റെ പോക്കൂര് നടത്തി കൊടുത്തു തന്നെ. പക്ഷെ മോഹനേട്ടൻ സമ്മതിച്ചില്ല. സമ്മതിക്കാൻ പറ്റില്ല ഭാമേ. സർക്കാരിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപ വെട്ടിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ വെറുതെ വിട്ട പിന്നെ ഈ നാടിന്റെ അവസ്ഥ ഒന്നോർത്തേ. അല്ല മോഹനേട്ട എഴുതുമെടുത്തെങ്കിൽ ഞാൻ സഹായിക്കാം. വേണ്ട, ഇത് ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലിയാണ്. അത് വില്ലേജ് ഓഫീസർ ചെയ്താൽ മാത്രമേ ശരിയാകൂ. ആഫീസ് ഫയൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയും മക്കളെയും കൊണ്ട് റിപ്പോർട്ട് എഴുതിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ കെ മോഹനകൃഷ്ണനെ അതിന് കിട്ടില്ല. ദാ വരുന്നു അടുത്ത ആദർശം. ഇങ്ങനെ ചിന്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനും മോഹനേട്ടൻ മാത്രമായിരിക്കും. അല്ല മോഹനേട്ട, അടുത്ത ഞായറാഴ്ച മോഹനേട്ടന്റെ പരിപാടി എന്താ? അത് ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. ഇത് എഴുതി കഴിഞ്ഞാൽ ഉടനെ പറയാം. നിനക്ക് വേറെന്തോ എന്നോട് പറയാണ്ടല്ലോ? ഒന്നുമില്ല മോഹനേട്ട. എന്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മിക്ക് മോഹനേട്ടന് ഭയങ്കര ബഹുമാന. എന്നോട് എപ്പോഴും പറയും മോഹനേട്ടനെ സമ്മതിക്കണമെന്ന്. വിദ്യാലക്ഷ്മിയോട് പറയണം, എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവിനെ നേരെയാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്ന്. അയാൾ പെരുങ്കള്ളനാണ് ഭാമേ. കോളേജിൽ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് ചെന്നിട്ട് ഒന്നും പഠിപ്പിക്കില്ല. പക്ഷെ പുള്ളിക്കാരൻ നടത്തുന്ന ട്യൂഷൻ സെന്ററിൽ ചെന്നാൽ അസലായിട്ട് പഠിപ്പിക്കും. കോളേജിൽ നിന്ന് ശമ്പളം, ട്യൂഷൻ സെന്ററിൽ നിന്ന് അതിന്റെ 3 ഇരട്ടി ശമ്പളം വേറെ. പാവപ്പെട്ട കുട്ടികളെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുന്ന അവനെ പോലീസിൽ ഏൽപ്പിക്കണം. എല്ലാവരും എന്റെ മോഹനേട്ടനെ പോലെ സത്യസന്ധരാവണമെന്നില്ലല്ലോ. അതല്ലേ നമ്മുടെ നാടിന്റെ പ്രശ്നം. നീ കുറച്ചു നേരം ആയല്ലോ എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? ഇല്ല, എന്റെ സകല ജോലിയും തീർന്നു. രാവിലത്തേക്കുള്ള കഴിക്കാനുള്ളത് ഉണ്ടാക്കി, ഉച്ചക്കത്തേക്ക് ഊണുണ്ടാക്കി, മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടും തേച്ചു വെച്ചു. ഇനിയിപ്പോ എനിക്കൊരു ജോലി ബാക്കിയില്ല. അതുകൊണ്ടാ ഞാൻ മോഹനേട്ടനെ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഈ കാര്യത്തിൽ എനിക്കൊരു സഹായം വേണ്ട. ഒരു കാര്യം ചെയ്യ്, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ മുറ്റത്തെ ചെടികൾക്ക് വെള്ളം നനച്ചൂടെ? അല്ല, ഞാൻ ഇന്നലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചായിരുന്നു. അതുകൊണ്ടെന്താ? ഇന്നലെ വെള്ളം ഒഴിച്ചു എന്നത് കൊണ്ട് ചെടികൾക്ക് വെള്ളം വേണ്ട എന്ന് അവര് പറഞ്ഞോ? ഇല്ലല്ലോ. ഭാമേ, വെറുതെ സമയം കളഞ്ഞ നല്ലല്ലേ ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? ചെല്ല്. മോഹനേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ അത് അനുസരിക്കാതിരിക്കോ? ചെടി നനച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇവിടെ ഞാൻ അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മോഹനേട്ടൻ വല്ല പരിപാടി ആലോചിച്ചിട്ടുണ്ടോ? എന്താ, നിനക്ക് സിനിമയ്ക്ക് പോകാനുള്ള എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, അത് നടക്കില്ല. ഉച്ച കഴിഞ്ഞ് തഹസിൽദാരുടെ വീട്ടിൽ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈശ്വര, പ്രശ്നമായി. എന്തൊക്കെ പറഞ്ഞാലും തഹസിൽദാരുടെ വീട്ടിൽ പോകാനുള്ള പരിപാടി മോഹനേട്ടൻ മാറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ചെടി നനയ്ക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുവാ.
ലോകത്തിൽ എന്റെ വിധിയുള്ള വേറൊരു പെണ്ണും കാണില്ല. ഒരു കല്യാണത്തിന് സ്വന്തം കെട്ടിയോനെ കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്താലാണെന്ന് നോക്കിയാട്ടെ. എങ്ങനെയെങ്കിലും മോനോടൊന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പക്ഷെ തഹസിൽദാരുടെ വീട്ടിൽ പോകുന്ന കാര്യം എങ്ങനെ മാറ്റിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഈ തഹസിൽദാർക്ക് എന്തിന്റെ കേടാണ്? ആഴ്ചയിൽ 6 ദിവസത്തിൽ 3 ദിവസവും മോഹനയുടെ താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. എന്നിട്ട് അതും പോരാതെ ഇനിയിപ്പോ ഞായറാഴ്ച കൂടി മോഹനയുടെ കണ്ടേ പറ്റൂന്ന്. എന്തായത്? വെള്ളമൊഴിക്കുന്നു. അത് മനസ്സിലായി. ചെടിക്കാണോ മുറ്റത്തിനാണോ വെള്ളമൊഴിക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ല മോനട്ടാ. എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോ പെട്ടെന്ന് അറിയാതെ. എന്താലോചിച്ചിരുന്നപ്പോ? അമ്മേ, ഇതാണ് നിങ്ങളെപ്പോലുള്ളവരുടെ കുഴപ്പം. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ചെയ്യുന്ന കാര്യങ്ങൾ നന്നാവുന്നത്. അതെങ്ങനെയാ? ചെടിക്ക് വെള്ളമൊഴിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും എന്നെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു ഓസം പിടിച്ച് ഇങ്ങനെ അങ്ങ് നിൽപ്പുണ്ട്. അതല്ലാതെ ചെടികൾക്ക് വെള്ളം കിട്ടണം എന്ന വല്ല ആഗ്രഹവും നിനക്കുണ്ടോ? അല്ല മോഹനട്ടാ, ഒരബദ്ധം പറ്റിപ്പോയി, സോറി. എന്ത് വൃത്തികേടും കാണിച്ചിട്ട് സോറി എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ. നിങ്ങളൊക്കെ എന്നെ കണ്ടു പഠിക്കണം. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രമേ ശ്രദ്ധിക്കൂ. നീ നനച്ചത് മതി. ഇനിയും നിന്നെ ഇതൊക്കെ നനയ്ക്കാൻ വിട്ടാൽ ചെടികൾക്ക് വെള്ളം കിട്ടുകയുമില്ല, ടാങ്കിലെ വെള്ളം തീരുകയും ചെയ്യും. പിന്നെ മോട്ടർ അടിക്കണമെങ്കിൽ അതിന്റെ കറണ്ട് ചാർജും കൂടുതലാവും. മതി, നിർത്തിക്കോ. ആ ടാപ്പടയ്ക്ക് പോയി ചെല്ല്. പോയിടക്ക്. നെടുകയും കുറുകയും പോകാൻ സമ്മതിക്കാലോ. ഇത്ര നേരം മെനക്കെടുത്തെല്ലാം വെറുതെയായി. ഇനിയെല്ലാം ഒന്നേം തുടങ്ങണം. ഇതെന്തൊരു ദേഷ്യം മോഹനട്ടാ. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. പക്ഷെ അതിനു മുന്നേ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മോഹനട്ട ഓർക്കാത്തത് എന്താ? 5 മണിക്ക് എഴുന്നേറ്റ് കഴിക്കാനുണ്ടാക്കി, ഷർട്ടും മുണ്ടും തേച്ചു തന്നു, വീട് തൂത്തുവാരി. ഇത്രയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഒരബദ്ധം പറ്റിയെന്നത് നേരാ? അത് വിടും മോഹനട്ടാ. ഒരിക്കലും വിടില്ല. വൈകിട്ട് വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ടുടച്ചാൽ പിന്നെ വെള്ളം കോരിയിട്ട് എന്ത് പ്രയോജനമെന്ന് തഹസിൽദാർ എന്നോട് എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? തഹസിൽദാർ ഞാൻ മിക്കവാറും വേഷപ്പെടുത്തു കൊല്ലും. എന്താ? അല്ല, തഹസിൽദാർ വളരെ നല്ല മനുഷ്യനാണെന്ന് പറയായിരുന്നു. ഈ അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് മോഹനേട്ടൻ തഹസിൽദാരെ കാണാൻ പോകുന്നതിനാണ്. ഞാൻ ഞായറാഴ്ച തഹസിൽദാരെ കാണാൻ പോകുന്നെന്ന് ആര് പറഞ്ഞോട്? മോഹനേട്ടൻ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞേ. ഓ, തഹസിൽദാരെ കാണേണ്ട അത്യാവശ്യമൊന്നുമില്ല. പക്ഷേ തഹസിൽദാറിന്റെ വീടിന്റെ തൊട്ടടുത്ത് വരെ പോകുമ്പോ അവിടെ കയറാതെ വന്ന പുള്ളിക്കാരൻ തോന്നും. തഹസിൽദാരുടെ വീടിനടുത്ത് എന്താ പരിപാടി? കൊള്ളാം. അത് നീ മറന്നോ? വിദ്യാലക്ഷ്മിയുടെ അനുജത്തിയുടെ കല്യാണം നടക്കുന്നത് അവിടെയുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ചല്ലേ? ആരുടെ? വിദ്യാലക്ഷ്മിയുടെ അനുജത്തിയുടെ കല്യാണം ഞായറാഴ്ച അവിടെ വെച്ചല്ലേ നടക്കുന്നത്. വിദ്യാലക്ഷ്മി ഇവിടെ വന്നല്ലേ നമ്മളെ രണ്ടുപേരെ കല്യാണത്തിന് വിളിച്ചത്? ഞാൻ ചെല്ലണമെന്ന് വിദ്യാലക്ഷ്മി പ്രത്യേകം പറഞ്ഞ നീ മറന്നുപോയോ? കൊള്ളാം. ഈ ഇടായി നിനക്ക് ഭയങ്കര മറവിയാണ് ഭാമേ. നിന്റെ കൂട്ടുകാരുടെ അനിയത്തിയുടെ കല്യാണക്കാര്യം മറന്നു പോന്ന് പറഞ്ഞാല്? വക്കീലേ, നമസ്കാരം സാർ. നമസ്കാരം. അരവിന്ദന്റെ കാര്യം നടക്കില്ല എന്ന് വളരെ വ്യക്തമായും പച്ച മലയാളത്തിൽ ഞാൻ മുത്തോനോട് പറഞ്ഞല്ലേ. ഇനി എന്താ വേണ്ടത്? അല്ല സാറേ, ഞാൻ ഈ വക്കീലിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പിന്നെ ഇതാ എന്താ ഇതുമായി വന്ന എന്താ ഇത്? അല്ല ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ പോലെ എന്താ ഇത്? ഇത് കുറച്ച് കോഴി ഇറച്ചി. ഓഹോ, അരവിന്ദൻ വാങ്ങി തന്നു വിട്ടതാവും. ചെയ്യാൻ കോഴി ഇറച്ചി കൈക്കൂലി. അതല്ല സാറേ, ഇത് കൈക്കൂലിയല്ല. ഈ വക്കീലിന് മനസ്സിലായില്ലേ? അരവിന്ദന്റെ പോക്കുവരവ് ചെയ്യിക്കാനായി കോഴിയിറച്ചി കൈക്കൂലിയായി കൊണ്ടുവന്നിരിക്കുകയാണ് ഉത്തമൻ. സത്യത്തിൽ ഉത്തമനാണ് പോലീസിൽ ഏൽപ്പിക്കേണ്ടത്. അല്ല വക്കീലറിയാലോ ഇത് എന്താണ്. എനിക്കൊന്നും അറിയില്ല.
ഒന്ന് മറിക്കും വേണട്ടാ. എന്തായാലും ഇത് മോശമായി പൂത്തമ്മ. ഇത് വേണ്ട. മോഹനേട്ടന് കോഴിയിറച്ചി ഇഷ്ടമാണെന്ന് വെച്ച് ഇങ്ങനെ കൈകൂലി കൊടുക്കാൻ ശ്രമിച്ചത് ഒട്ടും ശരിയല്ല ഉത്തമ. അല്ല ഉത്തമൻ എന്താണ് മോഹനേട്ടനെ പറ്റി കരുതിയിരിക്കുന്നത്? വക്കീലേ ഉത്തമ, ഇനി ഒന്നും പറയണ്ട. എനിക്ക് മോഹനേട്ടനും എല്ലാം മനസ്സിലായി. സത്യസന്ധനായ ഒരാളെ വഴിതെറ്റിക്കാൻ നോക്കുന്നു. കോഴിയിറച്ചില്ലാതെ കാര്യം നടന്നു. എന്താണോ പറഞ്ഞൊന്നും ഉത്തമന് മനസ്സിലായില്ല. ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഇല്ലേ മോഹനേട്ടൻ? തീർച്ചയായും ഉത്തമനും ഞാനും തമ്മിലുള്ള പരിചയമൊന്നും പോലീസുകാരെ വരുമ്പോ ഞാൻ കാണിക്കില്ല. സാറേ അങ്ങനെയല്ല. സത്യത്തിൽ ഈ കോഴിയിറച്ചി എന്ന് പറയുമ്പോൾ ഇത് കോഴിയിറച്ചി ആണല്ലോ. പക്ഷേ മോഹനയുടെ കൈക്കൂലി വന്നില്ല. കാര്യമൊക്കെ നടന്നു. സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ ഒന്നും പറയണ്ട. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇതുമായി ഉത്തമൻ ഇവിടെ വരെ വന്നതല്ലേ? ഇവിടെ കോഴിയിറച്ചി വാങ്ങിയിട്ട് കുറച്ചു ദിവസം ആവുകയും ചെയ്തല്ലോ. ഈ കോഴിയിറച്ചിയുടെ പണം കൊടുത്ത് നമുക്കിത് വാങ്ങിയല്ലോ മോഹനേട്ടാ. അല്ല, ഇതിന്റെ കാശ് കൊടുത്താൽ പിന്നെ ഇത് കൈക്കൂലി ആവില്ലല്ലോ. സാരമില്ലെന്നേ. ഇതിനെത്രയാ വില? വക്കീലേ കൊള്ളാം കേട്ടാ. ഇതിങ്ങനെയാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതിന്റെ വില എത്രയെന്ന് പറ ഉത്തമ. 250 രൂപ. അത് വൈകിട്ട് വരുമ്പോ തരാം. കോഴിയിറച്ചി നിന്നോളൂ. ഈ വക്കീല് പണി നിർത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. രാജ്യത്തിലെ പ്രധാനമന്ത്രി വരെ ആവാം വക്കീലിന്. ഒരു കാര്യം പറഞ്ഞാൽ അത് ഇങ്ങനെ മാറ്റി പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഉത്തമ സ്ഥലമിടാൻ നോക്ക്. എന്നാലും ഈ ഉത്തമൻ ആള് കൊള്ളാലോ അല്ലേ മോഹനേട്ടാ? കൈക്കൂലിയായിട്ട് കോഴിയിറച്ചി. ഈ മോഹനേട്ടൻ കോഴിയിറച്ചി ഇഷ്ടമാണെന്ന് ഉത്തമൻ എങ്ങനെ അറിഞ്ഞു? നീ പറഞ്ഞു. വിദ്യാലക്ഷ്മിയുടെ അനുജത്തിയുടെ കല്യാണത്തിന് എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് നിനക്കൊരാഗ്രഹം. അത് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കൈക്കൂലിയാണ് സത്യത്തിൽ ഈ കോഴിയിറച്ചി. അല്ല, അത് ഞാൻ വീണ് കഴിഞ്ഞാൽ പിന്നെ ഉരുളരുത്, മുറി. വില്ലേജ് ഓഫീസർക്ക് ആവശ്യക്കാർ കൈക്കൂലി കൊടുക്കുന്നത് കുറ്റകരമാണ്. ഭർത്താവിന് ഭാര്യ കൈക്കൂലി കൊടുക്കുന്നതിനെ പറ്റി IPC-യിലെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഭാമേ? രാവിലെ നീ എന്നെ സോപ്പിടാൻ വന്ന നിമിഷം മുതൽ എനിക്കറിയാമായിരുന്നു നിന്റെ മനസ്സിലിരുന്നു. ഒരു കാര്യവുമില്ലാതെ നീ എന്നെ പുകഴ്ത്തി പറയില്ലെന്ന് എനിക്കറിയില്ലേ? അല്ല മോഹനേട്ടാ, സത്യത്തിൽ മോഹനേട്ടൻ ഒരു സംഭവം തന്നെയാണ്. ഇത് പൂഴ്ത്തി പറഞ്ഞതല്ല, ശരിക്കും സത്യമായിട്ടും. സത്യഭാമയെ കുറ്റം പറയാനാവില്ല. ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ സത്യവും നീതിയും നോക്കിയിരുന്നാൽ വിചാരിച്ച കാര്യം നടക്കാതെ വരും. പക്ഷേ കഥയിലെ കാര്യം അതല്ല. സത്യഭാമ മനസ്സിൽ കണ്ടതൊക്കെ മോഹനകൃഷ്ണൻ മാനത്ത് കണ്ടുകളഞ്ഞു എന്നതാണ് പ്രധാനം. ഇങ്ങനെ പരസ്പരം മനസ്സു വായിക്കാൻ കഴിയുന്ന ഒരു വിചിത്ര ദമ്പതികളുടെ കുറെ കൂടി വിചിത്രമായ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.